വയനാട് ജില്ലയിലും വലിയ രീതിയിൽ കള്ളവോട്ട് നടന്നിട്ടുള്ളതായാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ആരോപണം. ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയുടെ ആ ആറ്റം ബോംബ് കോൺഗ്രസിന് തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഏറനാട്, വണ്ടൂർ, കൽപ്പറ്റ അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ 52-ലധികം കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ടെന്ന് തെളിവ് സഹിതമാണ് ബി.ജെ.പി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ആ അമ്മയും പെട്ടു, പെങ്ങളും പെട്ടു ഇതിനകത്ത്. ഈ ചെക്കൻ്റെ പിന്നെ പരാക്രമം കാരണം ആറ്റം ബോംബ് അപ്പൊ ഇതിന്റെ കോൺഗ്രസിന്റെ ഒരു അന്ത്യം ആണ് ഇതിനകത്തൂടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം അധികാരത്തിൽ വരാനുള്ള ഒരു ആക്രാന്തത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അധികാരം കിട്ടാതെ ഇപ്പം ആരോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട ഒരു കമൻ്റ് ഉണ്ട്. അങ്ങ് ഒരാൾ അധികാരം കിട്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നു, ആര്? ട്രംപിന്. ഇവിടെ ഒരാൾ അധികാരം കിട്ടാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നു, അതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് എന്തും കാണിക്കും. ഇനി ഇതങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇത് കാരണമെന്ന് പറഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത് കഴിയുമ്പോൾ ഒരു 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. കേരളം ഉൾപ്പെടെ, കേരളം, തമിഴ്നാട്, പിന്നെ ആസാം, ബംഗാള്, ഇങ്ങനെയുള്ളിടങ്ങളിലൊക്കെ. അപ്പം ഇതൊക്കെ വലിയ വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇപ്പം ഒരു പച്ചത്തുരുത്തമായിട്ട് നിൽക്കുന്നത് കേരളമാണ്. കേരളത്തിലും തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അത് പിടികിട്ടാത്ത രീതിയിലാകുമെന്നുള്ളതാണ്. ഇപ്പം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രിയങ്ക ഇപ്പം അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിച്ചതനുസരിച്ച് കണക്ക് നോക്കുമ്പോൾ വയനാട്ടിലും വലിയ രീതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അത് ബി.ജെ.പിയുടെ അനുരാഗ് താക്കൂർ അത് പുറത്തു വിട്ടിരിക്കുന്നു, അല്ലേ? അത് വെറുതെയുള്ള ഒരു പറച്ചിലൊന്നും അല്ല. അതെ, ഇനി കണ്ടെത്താൻ പോകുന്ന കണ്ണൂരിൽ നിന്നായിരിക്കും, സുധാകരന്റെ വോട്ടുകളായിരിക്കും. അതെ, സുധാകരന്റെ വോട്ട്. കാസർഗോഡ് ജില്ലകളിലെല്ലാം ഇത്തരം ഏർപ്പാടുകൾ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. CPM-നും ഒരു മിണ്ടാട്ടവും ഇല്ല എന്നുള്ളതാണ്. കാരണം CPM അതിനകത്ത് അവർ റിസർച്ച് എടുത്തവരാണ് ഇക്കാര്യത്തിനകത്ത്. കാരണം അവർക്ക് അറിയാം ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഒക്കെ അറിയാം. കാരണം അവരിതിൻ്റെ തലതൊട്ടപ്പന്മാരായിട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് പിന്നെ അവർ മിണ്ടത്തില്ല. പ്രത്യേകിച്ച് ഈ പിന്നെ ഇത്തരത്തിൽ പിന്നെ BJP-യോട് അങ്ങനെ കയറി തെളിവില്ലാതെ തൊട്ട് കളിക്കാനൊന്നും തയ്യാറാകത്തില്ല. പിന്നെ അവിടെ കിടന്ന് റഹീമും ബ്രിട്ടാസും ഒക്കെ കിടന്ന് ചാടുന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു MP ആയിട്ട് അവിടെ പോയിരിക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമല്ലോ, അതിനു വേണ്ടിയാണ്. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം തന്നെ ഈ 2024 ഉയരുകയാണല്ലോ ചെയ്തത്. രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഭൂരിപക്ഷം ഇല്ലെന്നുണ്ടെങ്കിൽ ജയ ഉറപ്പായിരുന്നല്ലോ. പിന്നെന്തിനാ ഇതെന്തിനു വേണ്ടി നടത്തി എന്നുള്ള ചോദ്യം ഉയരാം, അല്ലേ? ഇപ്പൊ BJP-ക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ കള്ളവോട്ടുണ്ടായിരുന്നു, എന്നാൽ പിന്നെ തിരുവനന്തപുരത്തും ആകാമായിരുന്നല്ലോ, ആറ്റിങ്ങലിലാകാമായിരുന്നു, ആലപ്പുഴയിലാകാം. അവരുടെ ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രിയാണ് മത്സരിച്ചത്. അതെ, അത് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരം A ക്ലാസ് മണ്ഡലമാണ്. തൃശ്ശൂരിനേക്കാൾ ഒരു ദിവസം മുമ്പേ ജയിക്കണമെന്ന് ആഗ്രഹിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ആയിരിക്കും കേരളത്തിൽ ആദ്യം പിടിക്കാൻ പോകുന്ന പാർലമെന്റ് സീറ്റ് എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അതും തെറ്റിച്ചുകൊണ്ടാണ് പോയത്. അതിപ്പോ 1500 വോട്ടോ 7500 വോട്ടോ ഒന്നും അല്ല, 75,000 വോട്ടിന് മുകളിലാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് തരത്തിൽ അത് ഇത്തരത്തിൽ കള്ളവോട്ടുകൾ എന്ന് പറയാൻ പറ്റും? ഇപ്പൊ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ വണ്ടൂര്, അല്ലെ, അതുപോലെയുള്ള ഇടങ്ങളിലാണ് ഈ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ. ഒരു വീട്ടിൽ തന്നെ 52 വോട്ടർമാർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ CPM-ന് ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. കാരണം ഇത്രത്തോളം ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ അത്രയും ശ്രദ്ധ വെച്ച് പുലർത്തുന്നവരാണ് CPM-ന്റെ ബൂത്ത് ഏജന്റന്മാരായിട്ടിരിക്കുന്നവർ. അത് ഏജന്റന്മാർ മാത്രമല്ല, CPM-ന്റെ എല്ലാ പ്രവർത്തകരും അവരുടെ കേഡർ സംവിധാനം അത്തരത്തിലാണ്.
ആ സംവിധാനത്തിലൂടെ അവർക്ക് വോട്ട് ചെയ്യാൻ വരുന്നവരുടെ വോട്ട് ഏത് വഴിക്ക് പോകും എന്ന് പോലും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാരണം ആ ബൂത്തിനകത്തുള്ള അവരെക്കുറിച്ചൊക്കെ തന്നെ നിശബ്ദമായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണ് CPM എന്ന് പറയുന്നത്. അവരുടെ സംവിധാനം അത്തരത്തിലാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഭരണമില്ലെങ്കിൽ പോലും ഈ തരത്തിൽ അവർ കാര്യങ്ങൾ നിരീക്ഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർ വയനാട്ടിൽ ഇത്തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ളതും ചോദ്യം ഉയരാവുന്നതാണ്. കാരണം ദേശീയ തലത്തിൽ ഇവരൊന്നല്ലേ. അപ്പോൾ ഇവരെയൊക്കെ തന്നെ അവിടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒപ്പം MA ബേബിയുമാണ് കൈകോർത്ത് നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ മാത്രമാണല്ലോ അവർ പിന്നെ രണ്ട് ചേരിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിന് തന്നെ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കർണാടകയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അവർക്കുണ്ടായ ഏറ്റവും വലിയ പരാജയം. ഇത് അവരുടെ ഇപ്പം അല്പം ഭരണം നിൽക്കുന്ന കർണാടകത്തിലെ പോലും ഭരണത്തിന് പോലും കോട്ടം സംഭവിക്കാവുന്ന രീതിയിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഇത്രയും പോകുമെന്നൊന്നും കോൺഗ്രസ്സുകാർ കരുതിയില്ല കേട്ടോ. ഇതൊരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ടങ്ങ് മാറും, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം എന്നൊക്കെയല്ല. ഇതിന് പിന്നിലൊക്കെ എപ്പോഴും രാഹുൽ ഗാന്ധി ഒരു കലാപശ്രമം ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ കർഷക സമരം നടത്തിയപ്പോഴും ഇത്തരത്തില് വലിയൊരു കലാപശ്രമമാണ്, അല്ലാതെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നല്ല. അതുപോലെ തന്നെ രാജ്യത്തിനെതിരായിട്ട് വിദേശത്ത് പോയിട്ട് അവിടെയുള്ള നമ്മുടെ രാജ്യത്തെ എതിർക്കുന്നവരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക, അവിടെ നിന്നുകൊണ്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള സംസാരങ്ങൾ നടത്തുക, നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് നിൽക്കുന്നവരുടെ പിന്തുണ തേടി പോവുക, ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയപ്പോൾ തന്നെ ജനങ്ങൾ ഇനി വോട്ട് ചെയ്യാൻ വരാനുള്ള ഒരു മടി കാണിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അതും ഉണ്ടാകും. ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് വിദേശ ഫണ്ടും മറ്റുമൊക്കെ നേടിക്കൊണ്ട് ഒരു കലാപത്തിന് തന്നെ, കാരണം ഇതിലൂടെ ഇപ്പൊ അവർ കഴിഞ്ഞ ദിവസം പ്രകടനം നടത്തിയപ്പോൾ പറഞ്ഞെന്താണ്, 300 MP-മാർ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ്. ഈ 300 MP-മാർ എന്ന് പറയുന്നത് രാജ്യസഭയും കൂടി ചേർത്തുകൊണ്ടാണ്. അങ്ങനെ 300 MP-മാരെയും സംഘടിപ്പിച്ചുകൊണ്ടും അത് ജനങ്ങൾ മുഴുവൻ ഒത്തൊരുമിച്ചും കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഇവര് ഏത് തരത്തിലാണ് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ തെറ്റായ രീതിയിലാണ് പലപ്പോഴും കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. അത് ഇവർക്ക് തന്നെ ഏറ്റവും വലിയ. അതോടൊപ്പം തന്നെ ഈ CPM മൗനത്തിലാണല്ലോ. ചർച്ചകളിൽ സൂചിപ്പിച്ച പോലെ ബ്രിട്ടാസും AR റഹീമെല്ലാം അവിടെ പോയി ഡൽഹിയിൽ കിടന്ന് തങ്ങളുടെ ഷോ ഇറക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ സംസാരിക്കാനുള്ള പിണറായി വിജയനും ഗോവിന്ദൻ അടക്കമുള്ളവർ മൗനത്തിലാണ്. കാരണം ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പന്മാരായിട്ടിരിക്കുന്നവരല്ലേ. ഇതിനപ്പുറം ഏത് തരത്തിൽ കള്ളവോട്ടും കാര്യങ്ങളിലേക്കും പോകണമെന്നുള്ളതൊക്കെ ഇവർ അങ്ങോട്ട് വേണമെങ്കിൽ പറഞ്ഞു വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കും. അത്ര വിരുതുള്ളവരാണ് അവരതുകൊണ്ട് അവരക്കാര്യത്തിൽ ഇനി ഒന്നും സംസാരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും കോൺഗ്രസ് പൊട്ടിച്ച വെടി അവരുടെ നെഞ്ചിലേക്ക് തന്നെയാണ് കൊണ്ടത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മലന്ന് കിടന്ന് തുപ്പി എന്ന് കരുതിക്കൊണ്ടാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.